സേവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോനയുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവൻ എന്ന് ഞാൻ അറിയുന്നു. യോനയുടെ പുസ്തകത്തിൽ നമ്മൾ യോനയുടെ ജീവിത ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. അതിന് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അമിത്തായുടെ മകനായ യോനയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായത് എന്നാൽ നീ പുറപ്പെട്ട മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. ദൈവം തൻ്റെ ദാസനായ യോനയോട് നിനവയിലേക്ക് ചെന്ന് ആ ദേശത്തിന് നാശം സംഭവിക്കാൻ പോകുന്നു, അവിടെ ജനത്തിൻ്റെ അകൃത്യം വളരെ ദൈവസന്നിധി ഭാരമായിരിക്കുന്നു എന്ന് അറിയിക്കുക എന്ന് അരുളി ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ മനസ്സറിവ് അറിയാവുന്ന യോന ആ നിനവയിലേക്ക് പോകാതെ തർശിസിലേക്ക് കപ്പൽ കയറി പോകുന്ന ഒരനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടിന് വിരുദ്ധമായി സഞ്ചരിച്ച, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി സഞ്ചരിച്ച യോന തൻ്റെ തുടർന്നുള്ള യാത്ര അത്ര സുഗമമായില്ല എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. താൻ സഞ്ചരിച്ച കപ്പലിന് പ്രയാസങ്ങൾ നേരിടുകയും അവസാനം തന്നെ എടുത്ത് കടലിൽ എറിയേണ്ട അനുഭവം ഉണ്ടായി. എന്നാൽ യോനായെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ്, അവൻ്റെ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച കർത്താവ് അവനെ രക്ഷിപ്പാനായി ഒരു മത്സ്യത്തെ അവിടെ അയക്കുകയും അത് അവനെ വിഴുങ്ങുകയും കരയ്ക്ക് കൊണ്ട് ഛർദ്ദിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്നാൽ യോന വീണ്ടും ദൈവത്തിൻ്റെ അടുക്കൽ വരികയും ദൈവം അവനോട് വീണ്ടും അരുളപ്പാടുണ്ടാവുകയും അങ്ങനെ താൻ നിനവയിലേക്ക് ചെല്ലുകയും അവിടെ ചെന്ന് വീണ്ടും അവരോട് ദൈവത്തെപ്പറ്റി പ്രസംഗിക്കുകയും അവരുടെ ഉപവാസം പ്രസിദ്ധമാക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ മനസ്തപിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ ജനത്തോട് കരുണ കാട്ടുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അവർക്ക് വരുമെന്ന് ദൈവം പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ച് അതിൽ നിന്നൊരു വിടുതൽ അവർക്ക് നൽകി അവരെ രക്ഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് നമ്മൾ യോനയുടെ ജീവിതത്തിൽ തന്നെ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, യോനായ അവൻ്റെ സങ്കടത്തിൽ നിന്നും വിടുവിപ്പാൻ തക്കണം അവൻ്റെ തലയ്ക്ക് തണലായ ഒരു ആവണക്ക് അവൻ കൽപ്പിച്ചുണ്ടാക്കുന്നു. അങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരു സമൂഹത്തിൻ്റെ തന്നെ ജീവിതത്തിലും വ്യത്യാസങ്ങൾ വരുത്തുവാൻ, വിടുതൽ നൽകുവാൻ അവരോട് മനസ്തപിച്ച് അവരോട് കരുണ കാട്ടി അവരോട് കൃപ തോന്നി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവത്തിലെ ഇന്ന് വാക്കാലം ഈ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരെയും കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളോ പാവങ്ങളോ ബലഹീനതകളോ കണക്കിടാതെ ഇത്രത്തോളം ജയോത്സവമായി ദൈവം നമ്മെ നടത്തിയെങ്കിൽ നാളുകളിലും നടത്തുവാൻ ദൈവം മതിയായവനാണ്. അവൻ്റെ കൽപ്പനകളെ ധിക്കരിക്കാതെ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മറുത്തു നിൽക്കാതെ ദൈവസന്നിധി നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ, നമ്മുടെ പാതകളെ നേരായ പാതയിൽ കൊണ്ടുപോകാൻ, പച്ചയായ പുൽപ്പറങ്ങളിലെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമ്മെ നടത്തുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം, ദൈവസന്നിധി നമ്മെ സമർപ്പിക്കാം, നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനം കേൾക്കുന്നതിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്ന ദൈവം തൻ്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളിലും കൃപ കൂടെ ഇരുന്ന് അനുഗ്രഹത്തോടെ വഴി നടത്തിയാട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ.